മന്തി കഴിച്ചതിന് ബസ് കിട്ടാൻ 2 കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? ഇന്ന് ഞങ്ങൾക്ക് അതും വേണ്ടി വന്നു. ഞാനാണെങ്കിൽ രാവിലെ തുടങ്ങിയ മുടിയേറിലാണ്. ഇന്നാണ് ലാബ് എക്സാമും. കുറച്ച് നീറ്റായി പോയേക്കാമെന്ന് ഓർത്തു. അങ്ങനെ അവസാനം ഈ കോലത്തിൽ ഞാൻ ഒതുക്കി. ഉമ്മാരാണെങ്കിൽ ഫുള്ള് പ്രിപ്പറേഷനിലാണ്. അങ്ങനെ എക്സാം കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ഉമ്മാരെ പ്രിപ്പറേഷൻ കഴിഞ്ഞില്ല. അങ്ങനെ എക്സാമിന്റെ ഹാങ് ഓവർ മാറ്റാനായിട്ട് ഞങ്ങൾ ചെറിയ ട്രിപ്പ് പോവാണ്. പോണ വഴിക്ക് കൂട്ടുകാർ ഒരു വഴിക്ക് പോകല്ലേ എന്നും പറഞ്ഞ ഒരു മിഠായി പെട്ടിയും കുടയും തന്നു. എന്തായാലും കൊച്ചല്ലേ. എന്റെ വലതുവശത്ത് ഇരിക്കണവനാണ് ആലപ്പുഴയുടെ GPS. ഞങ്ങൾ 3 പേര് ആലപ്പുഴ ഇന്നേ വരെ പോയിട്ടില്ല. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ നെൽപ്പാടങ്ങളും കായലും കണ്ട് ഞങ്ങൾ ആലപ്പുഴ സിറ്റി എത്തി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ആലപ്പുഴ ബീച്ചിലേട്ടാണ്. ഒരു പോക്കറ്റ് ഷവർമയും കഴിച്ച് ബീച്ച് എക്സ്പ്ലോറിംഗ് തുടങ്ങി. ഇനി ബീച്ചിൽ വരുന്ന ചെറുപ്പക്കാരുടെ 2 സെനാറിയോസ് ഞാൻ കാണിച്ചു തരാം. ഒരുത്തൻ തിരിഞ്ഞും മറിഞ്ഞു നിന്ന് പിക്കെടുക്കല്, ഒരുത്തനാണെങ്കിൽ ഇല്ലാത്ത കാമുകീനെ ആലോചിച്ച് കടലിലോട്ട് നോക്കി നിൽക്കല്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് നേരെ പോയത് കൂട്ടുകാരന് കളിപ്പാട്ടം വാങ്ങാനാണ്. പക്ഷെ അവന് ഹോട്ട് വീൽസേ പറ്റുള്ളൂ. എന്തായാലേ അങ്ങനെ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ മന്തി കഴിക്കാൻ കയറി. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലപ്പുഴയുടെ GPS പറയുന്നത് 5 മിനിറ്റിൽ ഇറങ്ങിയാലേ ലാസ്റ്റ് ബസ് കിട്ടുള്ളൂ എന്ന്. പിന്നെ ഞങ്ങൾ പടയോട്ടമായിരുന്നു. അങ്ങനെ ബസ് കിട്ടിയില്ല. ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് ട്രെയിൻ പിടിക്കാൻ പോവാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.